ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഓപ്പൺ ഏരിയകളിൽ, അതായത് ഒരു ഷോപ്പിൻ്റെ അത് ബിൽഡിങ്ങിൻ്റെയൊക്കെ ഓപ്പൺ ഏരിയകളിൽ വരുന്ന DB നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം, അതിലേക്കുള്ള വയറിങ് കാര്യങ്ങൾ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് ട്രേ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. പാനൽ ബോർഡിൽ നിന്ന് ട്രേ ചെയ്തിട്ടാണ്, അതായത് ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാം തന്നെ കേബിളായിരിക്കും വരുന്നത്. അതായത് പൈപ്പിലൂടെയല്ല, കേബിളുകളായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഈ കേബിളുകളെല്ലാം തന്നെ സെപ്പറേറ്റ് ഷോപ്പുകളിലേക്കാണ് പോയിരിക്കുന്നത്. ഇത് 3 ഫേസ് DBയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ കേബിൾ ഓൾറെഡി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഐസൊലേറ്ററാണ്. 61 ആംസിൻ്റെ ഐസൊലേറ്റർ കൊടുത്തു. അതുപോലെ തന്നെ ELCBയും നമ്മൾ കൊടുക്കുന്നുണ്ട്. ELCB അതുപോലെ തന്നെ നമ്മുടെ 3 ഫേസ് ആണ് കൊടുക്കുന്നത്. 3 ഫേസ് ELCBയും 3 ഫേസ് ഐസൊലേറ്ററുമാണ് കൊടുക്കുന്നത്. ഇത് 61 ആംസ് 30 മില്ലി ആംസിൻ്റെ ELCB അല്ലെങ്കിൽ RCCB ആണ് നമ്മൾ കൊടുക്കുന്നത്. ഫസ്റ്റ് വരുന്നത് സെലക്ഷൻ, അതായത് നമ്മുടെ പാനൽ ബോർഡിൽ നിന്നും കേബിൾ വഴി 16 സ്ക്വയർ MM കേബിൾ വഴി നേരെ വരുന്നത് ഐസൊലേറ്ററിലേക്കാണ് വരുന്നത്. ഐസൊലേറ്ററിൽ നിന്ന് നേരെ ELCBയിലേക്ക് വരുന്നത്. 3 ഫേസ് ആണ് വരുന്നത്. 3 ഫേസ് ന്യൂട്രൽ വരുന്നുണ്ട്. അതിന് ശേഷം വരുന്നത് സെലക്ടറുകളിലേക്കാണ് അടുത്ത സെക്ഷൻ വരുന്നത്. ഈ എല്ലാ സെലക്ടറുകളിലും 3 ഫേസും വരുന്നുണ്ട്. RYB എന്ന് പറയുന്ന 3 ഫേസ് വരുന്നുണ്ട്. ഈ 3 ഫേസും സെപ്പറേറ്റ് 3 സെലക്ടർ വഴി നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യത്തെ R എന്ന് പറയുന്ന സെക്ഷൻ വന്നു. അതായത് ഏറ്റവും മുകളിൽ നമ്മൾ Y എന്ന് പറയുന്ന ഫേസ് കൊടുത്തു. അതിനുശേഷം താഴെ അടുത്ത ഫേസ് അങ്ങനെ 3 ഫേസാണ് കൊടുക്കുന്നത്. R എന്ന് പറയുന്ന ഫേസ് കൊടുത്തു, രണ്ടാമത് Y എന്ന് പറയുന്ന ഫേസ് കൊടുത്തു, മൂന്നാമത് B എന്ന് പറയുന്ന ഫേസ് കൊടുത്തു. ഈ 3 ഫേസും 3 സെലക്ടർ വഴി നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഏതെങ്കിലും ഒരു ഫേസ് കറണ്ട് ഇല്ല എന്ന് വിചാരിക്കുക. നമ്മുടെ KCBയിൽ നിന്ന് വരുന്ന ലൈൻ ഏതെങ്കിലും ഒരു ഫേസ് ഇല്ലെങ്കിൽ നമുക്ക് ആ ഫേസ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സെലക്ടർ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേബിൾ വഴി വരുന്നത്. അത് നമുക്ക് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഫേസ് കണക്ഷൻ്റെ ഏറ്റവും വലിയ ഗുണം, എപ്പോഴും നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു സെക്ഷനിൽ കറണ്ട് ഉണ്ടാവും. എന്തായാലും 3 സെക്ഷൻ എന്തായാലും ഒരിക്കലും പോകാൻ ചാൻസ് വളരെ കുറവായിരിക്കും. ഏതെങ്കിലും ഒരു സെക്ഷനിൽ കറണ്ട് ഉണ്ടാവും. വളരെ അത്യാവശ്യ ഘട്ടങ്ങൾ മാത്രമേ വരാൻ 3 ഫേസും ഒന്നിച്ച് പോവുള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫേസിൽ കറണ്ട് പോയാൽ നമുക്ക് ബാക്കി 2 ഫേസ് കൊണ്ട് നമുക്ക് ഈ പറയുന്ന എല്ലാ ഉപകരണങ്ങളും മാറ്റി സെലക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3 ഫേസ് കണക്ഷൻ വരുന്നത്. പിന്നെ ഈ 3 ഫേസ് കണക്ഷൻ തന്നെ അടുത്ത സെക്ഷനിലേക്ക് നമ്മളൊരു പവർ പ്ലഗ് കൊടുത്തിരിക്കുന്നു. 16 ആംസിൻ്റെ ഓപ്പൺ ഏരിയ ആയിട്ട് 16 ആംസിൻ്റെ പവർ പ്ലഗുകളാണ് കൊടുത്തിരിക്കുന്നത്. 16 ആംസിൻ്റെ സ്വിച്ചും 16 ആംസിൻ്റെ പ്ലഗ് സ്വിച്ചും വരുന്ന രീതിയിൽ, അതായത് ഒറ്റ മോഡുകളാണ്, 5 in 1 എന്ന രീതിയിൽ മോഡുകളാണ് വരുന്നത്. അതിന് സെപ്പറേറ്റ് ഫ്യൂസ് കാര്യങ്ങൾ സെപ്പറേറ്റ് വരുന്നുണ്ട്. ഈ ഫ്യൂസ് കെട്ടിയിട്ടില്ല. നമ്മളിത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഫ്യൂസ് കെട്ടി കൊടുക്കും. ഏകദേശം ഒരു 2.5 അല്ലെങ്കിൽ 1.5 നമ്മൾ വയർ അതിൻ്റെ സ്ലീവ് എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് കോപ്പർ എടുത്ത് ഒരു 3 വയർ അല്ലെങ്കിൽ 3 ഇഴകൾ അല്ലെങ്കിൽ ഒരു 4 ഇഴകൾ മാക്സിമം കൊടുത്താൽ മതി ഫ്യൂസ് കെട്ടാനായിട്ട്. അതുപോലെ തന്നെ അടുത്ത സെക്ഷനിൽ ഇതുപോലെ തന്നെ ഓപ്പൺ ഏരിയ ചെയ്തുകൊണ്ട് നമുക്ക് പവർ പ്ലഗ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് ഇതുപോലെ തന്നെ ഒരു പവർ പ്ലഗ് കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.